ഗൈസ് നമുക്കിന്നൊരു മുരിങ്ങാക്കറി ഉണ്ടാക്കണ വീഡിയോ കാണാം. വരൂ കാണിച്ചോ. നമ്മൾ കുറച്ച് സവാള എടുത്തിട്ട്, ചെറുതാണ്, എനിക്ക് ചെറിയ സവാള ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലുതെടുത്ത്. പിന്നെ കുറച്ച് ചീനപ്പറങ്ങിമുളക്, അതിന് മുരിങ്ങ. ഇനി ചട്ടി എടുത്തിട്ട് ഇനി കുറച്ച് നമ്മൾ വെളിച്ചെണ്ണ ഇപ്പോൾ വില ആയതുകൊണ്ട് നമ്മൾ ഓയിലാണ് എടുക്കുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ചു. അതായത് നമുക്ക് നോക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ ആയിക്കൊടുക്കും. ഉള്ളി, മുളകും അതിലിടും. എന്നിട്ട് നമ്മൾ ഇളക്കണം, ഇളക്കണം. നമ്മളത് വെന്തിട്ട് അപ്പോൾ നമ്മൾ ഇത് വെന്തു, ഉള്ളി വെന്തു കേട്ടോ ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുക്കിങ്ങിൻ്റെ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച്. നമ്മൾ ഉള്ളി വെന്തപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കാം കേട്ടോ. ഇത് ആവശ്യാനുസരണം കഞ്ഞിവെള്ളം ഒഴിച്ചാൽ മതി. എത്ര ആൾക്കാരുണ്ട് അതിനനുസരിച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചാൽ മതി. കഞ്ഞിവെള്ളം കുറുകിയതാണെങ്കിൽ നമ്മൾ കുറച്ച് പച്ചവെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി തിളച്ചിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് എടുക്കുക. ആവശ്യാനുസരണം നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കില്ല, ഉപ്പ് കുറച്ചിട്ടാൽ മതി. നമ്മൾ പാകത്തിന് ഇട്ടാൽ മതി. പ്രഷറുള്ളവരൊക്കെ സൂക്ഷിച്ച് ഉപ്പ് ഉപയോഗിക്കുക. നമ്മളിതിങ്ങനെ ഇളക്കും. ഇളക്കിയിട്ട് നമ്മളിതൊന്ന് ടേസ്റ്റ് നോക്കും, ഉപ്പുണ്ടോ നോക്കണം. അപ്പോൾ കുറച്ച് ഉപ്പ് കമ്മിയാണ്, എന്നിട്ട് നമ്മൾ കുറച്ചും കൂടെ ഉപ്പിടും. വല്ലാതെ കഴിപ്പിക്കേണ്ട. ഞാൻ പറഞ്ഞ പോലെ പ്രഷറുള്ളവർ പാകത്തിന് ഇട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമ്മളെ കറി തിളച്ച് വരുന്നുണ്ട്. ഇത് നല്ലോണം തിളച്ചിട്ട് നമ്മൾ മുരിങ്ങ ഇടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോഴുള്ളൂ ടേസ്റ്റ് കിട്ടുക, മുരിങ്ങൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മളെ കറി തിളച്ചു. നമുക്ക് മുരിങ്ങ ഇട്ട് കൊടുക്കാം. മുരിങ്ങ അങ്ങനെ ഇട്ടിട്ട് ഇളക്കണം, അല്ലെങ്കിൽ അത് പുറത്തേക്ക് തിളച്ച് പോകും. ഇതൊരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. കൂടുതലൊന്നും തിളപ്പിക്കരുത് മുരിങ്ങ, അപ്പം അതിൻ്റെ ടേസ്റ്റ് പോവും. പിന്നെ അതുമല്ല, ഈ മുരിങ്ങൻ്റെ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു പച്ച നിറം കണ്ടോ? ആ പച്ച നിറം ഒരു വേകുമ്പോൾ നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു നല്ല കടും പച്ച നിറമാവും. ഇളം പച്ച നിറമല്ലത്, കടും പച്ച നിറമാവും.
അപ്പോൾ നമുക്കിത് വാങ്ങാം. അളച്ചു. അപ്പോൾ നമ്മളെ മുരിങ്ങക്കറി വെന്തു. ഇത്ര നേരം വെക്കാൻ പാടുള്ളൂ. ഇതിൽ കൂടുതൽ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ മുരിങ്ങ കയ്പ്പാവും, കറിയൊക്കെ കയ്പ്പാവും. നമ്മളെ കറി വെന്തു. ഓക്കെ, ഇത്രേ ഉള്ളൂ. നമുക്ക് സിമ്പിളൊരു കറി ഉണ്ടാക്കാൻ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.